ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്നൊരു പുഡിങ്ങാണ് ഇട്ടത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നമ്മൾ ഇതിലിടുന്ന ഓരോ ഇൻഗ്രീഡിയൻസും പുഡിങ്ങിൻ്റെ ടേസ്റ്റിനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ പാല് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്ക് തുറന്ന് നോക്കണം, കാരണം പാല് തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി, നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ക്യാരറ്റ് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട കുത്താതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മേൽക്ക് തെറിക്കാതിരിക്കാൻ നോക്കണം. അടുത്തതായി നമുക്കിവിടെ ചൈന ഗ്രാസ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറിയ ബോക്സിലേക്ക് മാറ്റാം. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നമ്മളെ പുഡിങ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് ഇതവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കും എല്ലാവർക്കും, സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.